ഹായ് ഓൾ. ഇന്നൊരു വലിയ കാര്യം ചെയ്യാൻ പോവാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമാണ്. ഞാൻ അഭിപ്രായം ചോദിച്ചപ്പോഴൊക്കെ എല്ലാവരും നോ നോ പറഞ്ഞൊരു കാര്യമാണ്. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടമായതുകൊണ്ട് ഞാൻ എന്തായാലും അത് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പോൾ കാണാം എന്താണെന്ന്. അപ്പോൾ പാരിപ്പള്ളിയിൽ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിലോട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു 2 മൂക്കും കുത്തുക എന്നുള്ളത്. അതിന്ന് പൂവണിഞ്ഞു. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ നമുക്ക് സന്തോഷം വരുന്ന, മറ്റുള്ളവരെ ഉപദ്രവിക്കാത്ത രീതിയിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സെൽഫ് ലവിൻ്റെ ഭാഗത്തിൽ പെട്ട് എല്ലാവരും അങ്ങ് ചെയ്തു വേണം. കാരണം ജീവിതം ഒന്നല്ലേ ഉള്ളൂ, ആസ്വദിക്കുക. പിന്നെ ഇതാ ഈ പയ്യൻ വിഷ്ണു, പുള്ളി നല്ല നീറ്റായിട്ടാണ് ആ ജോലി ചെയ്തത് കേട്ടോ. ഞാനിതിനു മുമ്പ് പല സ്ഥലത്തും മൂക്കും കാതും ഒക്കെ കുത്തിയിട്ടുണ്ടെങ്കിലും ജസ്റ്റ് കുത്തി വിടും എന്നല്ലാതെ ഈ പയ്യൻ ചെയ്തതുപോലെ ആദ്യം സാനിറ്റൈസർ ഇട്ടു, പിന്നെ ബെറ്റാഡിൻ ഇട്ട് തന്നു. അങ്ങനെയൊന്നും ഇതുവരെ ആരും ചെയ്തിട്ടില്ല കേട്ടോ. നല്ല കെയർ ആയിരുന്നു. എനിക്കത് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്? ഒരു തമിഴ് ടച്ചൊക്കെ വന്നിട്ടില്ലേ? തമിഴെന്ന് പറയുന്നത് എന്തൊരു റിച്ച് കൾച്ചറാണല്ലേ. അതെനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു കൾച്ചറാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ടച്ചും കൂടെ എൻ്റെ ബോഡിയിലിരുന്നോട്ടെ. ഹാപ്പി. അപ്പോൾ നമ്മുടെ കല്ലുവാതുക്കൽ ടോളാണ് ഇപ്പോൾ കഴിഞ്ഞത്. അവിടുന്ന് നേരെ വീട്ടിൽ വന്നു. ശങ്കരിക്കുഞ്ഞ് സൈക്കിൾ ഓടിക്കാൻ കയറി. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നെയ്ബർ ആൻറ്റിയാണേ. ആൻറ്റിക്ക് അവളെ വലിയ കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ വന്നപ്പോൾ പൂച്ചപ്പെണ്ണ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പോൾ പൂച്ചപ്പെണ്ണിന് കുറച്ച് പാലൊക്കെ കൊടുത്തു. അവിടുന്ന് പിന്നെ ശങ്കരിക്കുഞ്ഞിനെ കൊണ്ട് പൂച്ചയെ കാണാൻ കുറേ നേരം അവിടെ അങ്ങ് സ്പെൻഡ് ചെയ്തു. കാക്കമ്മ കണ്ടു ശങ്കരിയെ, ടും 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 ടും. ചിരിച്ചേ. അച്ഛ പറഞ്ഞ അച്ഛ. അച്ഛ. അമ്മ. അമ്മ. അമ്മ പറയടേ. അച്ഛ. അച്ഛ. അമ്മ. അമ്മു. അമ്മു ആണോ? അമ്മു ആരാ? അമ്മു. കുഞ്ഞമ്മ പറഞ്ഞേ. ഇഞ്ഞ. അച്ഛ. കാക്ക. പൂച്ച. പൂച്ച ഇതുകൊണ്ട് അവിടെ നിന്ന് പാല് കുടിക്കുന്നത് കണ്ടോ. പൂച്ച എന്തിയെ? പൂച്ചമ്മേ മുക്കം വരുന്നു. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ ഹാപ്പി ആയിട്ട് പോസിറ്റീവായിട്ടിരിക്കൂ. ലവ് യു ഓൾ. ബൈ.